രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. ശ്രീരാമചന്ദ്രനെ യുവരാജാവായിട്ട് അഭിഷേകം കഴിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു. അതാണതിന് കാരണം. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു പ്രകാരത്തിലുമുള്ള ചാഞ്ചല്യം ഉണ്ടായിട്ടില്ല. ധർമ്മത്തിൽ നിന്നിട്ട് അദ്ദേഹം വ്യതിചലിച്ചിട്ടില്ല. ഇക്ഷ്വാകുക്കളുടെ പാരമ്പര്യത്തിൽ നിന്നിട്ട് അദ്ദേഹം വ്യതിചലിച്ചില്ല. അങ്ങനെയുള്ള ആ മഹാരാജാവിനെ സന്തോഷത്തോടുകൂടി നീ കണ്ടാലും എന്ന് പറഞ്ഞ് ആ മഹാരാജാവിനെ പ്രശംസിച്ചുകൊണ്ടാണ് രാമനോട് അവിടെയുള്ള അലങ്കൃതമായ രാജകീയമായ ഇരിപ്പിടത്തിൽ ഇരിക്കാൻ കൗസല്യ ആവശ്യപ്പെടുന്നത്. ആ അവസരത്തില് രാമൻ ആ പീഠത്തെ വന്ദിച്ചു. എന്നിട്ട് രാമൻ അതിൽ ഇരുന്നില്ല. കാരണം അതെല്ലാം രാമൻ ഉപേക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് രാമൻ അവിടെ ഇരുന്നില്ല. രാമൻ അമ്മയോട് പറഞ്ഞു, ദേവി നൂനം ന ജാനീഷേ മഹത് ഭയമുപസ്ഥിതം ഇതം തവച ദുഃഖായ വൈദേഹ്യ ലക്ഷ്മണസ്യ ച. അല്ലയോ ദേവി, അല്ലയോ അമ്മേ, അമ്മ അറിഞ്ഞില്ല ഇപ്പോഴത്തെ അവസ്ഥകൾ. വലുതായിട്ടുള്ളതായ വിപത്തിത വന്നു ചേർന്നിരിക്കുന്നു. കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞിരിക്കുന്നു. ഏതാനും നാഴികകൾക്ക് മുമ്പ് ഉണ്ടായിരുന്നതായ തീരുമാനവും കാര്യക്രമവുമല്ല ഇപ്പോഴുള്ളത്. വലുതായൊരു വിപത്ത് ഇതാ വന്ന് പിടികൂടിയിരിക്കുന്നു. ഈ മാറ്റത്തിന്റെ ഫലം, അല്ലയോ അമ്മേ, അമ്മയ്ക്ക് ദുഃഖമാണ്. അതേപോലെ തന്നെ സീതയ്ക്ക് ദുഃഖമാണ്, ലക്ഷ്മണനും ദുഃഖമാണ്. അങ്ങനെ ഏവരെയും ദുഃഖിപ്പിക്കുന്നതായ ഒരു വലുതായ മാറ്റം കാര്യങ്ങളിൽ ഇതാ വന്ന് ഭവിച്ചിരിക്കുന്നു. എന്താ അത്? ഗമിഷ്യേ ദണ്ഡകാരണ്യം. ഞാൻ ഉടനെ തന്നെ ദണ്ഡകാരണ്യത്തിലേക്ക് പോവുകയായി. അഗ്നിഹോത്രശാലയിൽ ചെന്ന് സിംഹാസനത്തിലിരുന്ന് അഭിഷേകം ഏറ്റുവാങ്ങുന്നതിന് പകരം രാമൻ പറയുന്നു, ഞാനിതാ ദണ്ഡകാരണ്യത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് കിം അനേന ആസനേനമേ, അമ്മ എന്നോട് ഇരിക്കാൻ പറഞ്ഞ ഈ രാജോചിതമായിരിക്കുന്ന ഈ പീഠം കൊണ്ട്, ഈ ഇരിപ്പിടം കൊണ്ട് എന്ത് പ്രയോജനം? എനിക്ക് ഈ ഇരിപ്പിടം ഇപ്പോൾ ഒരിക്കലും ചേരുന്നതല്ല. സാഹചര്യങ്ങളെല്ലാം ഇതാ മാറിക്കഴിഞ്ഞിരിക്കുന്നു. വിഷ്ടരാസന യോഗ്യോഹി കാലോയം മാം ഉപസ്ഥിത. ഇപ്പോ എന്റെ മുന്നിൽ വന്നു ചേർന്നിരിക്കുന്നതായ സമയം, ആ സമയത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? പുല്ലുകൊണ്ട് നിർമ്മിച്ച, ദർഭപ്പുല്ലുകൊണ്ട് നിർമ്മിച്ച തടുക്കിൽ ഇരിക്കാനുള്ള അവസരമാണ്. ഇനി ഞാൻ ഈ സിംഹാസനത്തില് ഇതുപോലുള്ള രാജകീയമായിരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ ഇരിക്കാൻ പാടില്ല. പിന്നെയോ ദർഭപ്പുല്ല് വിരിച്ച് അതിന്റെ പുറത്താണ് ഞാൻ ഇരിക്കേണ്ടത്. കൗസല്യ ഞെട്ടിപ്പോയി ഈ വാക്കുകൾ കേട്ടപ്പോഴേക്കും. എന്താണ് തന്റെ മകൻ പറയുന്നത് എന്ന് കൗസല്യക്ക് വ്യക്തമായി മനസ്സിലാകുന്നില്ല. രാമൻ അത് തെളിച്ചു പറയുകയാണ്. ചതുർദശഹി വർഷാണി വത്സ്യാമി വിജനേവനെ. മനുഷ്യരില്ലാത്തതായ കാട്ടില് 14 വർഷം ഞാൻ വസിക്കും. അതിനുള്ള നിയോഗമാണ് ഇപ്പോൾ എന്നിൽ വന്നു ചേർന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താ ഭക്ഷിക്കുക? അമ്മമാര് എപ്പോഴും കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തെക്കുറിച്ച് ആദ്യം ചിന്തിക്കും. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായ, കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യപ്രദമായ ഭക്ഷണം, അതാണ് എപ്പോഴും ആദ്യം അമ്മമാർ ചിന്തിക്കുക. അത് കഴിയുമ്പോഴേക്കും കുഞ്ഞുങ്ങളുടെ ബാക്കി സുഖ സൗകര്യങ്ങളെല്ലാം ചിന്തിക്കും. അപ്പോ കാനനത്തിൽ പാർത്തു കഴിഞ്ഞാൽ എന്ത് കഴിക്കും? അതാണ് കൗസല്യ ആദ്യം ചിന്തിക്കുക. രാമൻ അത് തന്നെ പറയുന്നു. കഥമൂല ഫലേർ ജീവൻ. ഞാൻ കായികനികളും അതേപോലെ തന്നെ കിഴങ്ങുകളും
കാട്ടിൽ നിന്ന് ലഭിക്കുന്നതായ ഈ പ്രകാരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കളും ഭക്ഷിച്ചുകൊണ്ടായിരിക്കും അവിടെ ഈ 14 വർഷവും കഴിയുക എന്ന് മാത്രമല്ല, കാട്ടരുവിയിലെ വെള്ളമായിരിക്കും ഞാൻ കുടിക്കുക. ഇനി എനിക്ക് അതാണ് വേണ്ടത്. ഇവിടെ ഈ കൊട്ടാരത്തിൽ ലഭിക്കുന്നതായ ഭക്ഷണവും പാനീയവുമൊന്നും എനിക്ക് ഇപ്പോൾ സ്വീകാര്യമല്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ കാനനത്തിലേക്ക് പോകാൻ അച്ഛനെ അങ്ങനെ സത്യപ്രതിജ്ഞനാക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഭരതായ മഹാരാജോ യൗവരാജ്യം പ്രയച്ഛതി. ഈ യൗവരാജ്യ പദവിയെ മഹാരാജാവായിരിക്കുന്ന ദശരഥൻ, എൻ്റെ അച്ഛൻ, അദ്ദേഹം അത് ഭരതനായിട്ട് നൽകുന്നു. അതുകൊണ്ട് ഞാൻ ദണ്ഡകാരണ്യത്തിലേക്ക് പോവുകയാണ്. മാം പുനർ ദണ്ഡകാരണ്യം വിവാസയതി താപസം. ഭരതൻ ഈ രാജ്യം കൊടുത്തിട്ട് എന്നെ തപസ്വിയാക്കിയിട്ട് ദണ്ഡകാരണ്യത്തിലേക്ക് അച്ഛൻ മാറ്റി പാർപ്പിക്കുകയാണ്. അല്ലയോമേ സ ഷഡ്ചാഷ്ടൗജ വർഷാണി വത്സ്യാമി വിജനേവനെ. ഞാൻ 8ഉം 6ഉം വർഷങ്ങൾ, 14 വർഷം മനുഷ്യരില്ലാത്തതായ കാട്ടില് ഞാൻ വസിക്കും. എങ്ങനെ? കാട്ടിൽ നിന്ന് ലഭിക്കുന്നതായ ഭക്ഷണങ്ങളെല്ലാം കഴിച്ച്, കാട്ടരുവിയിലെ വെള്ളം കുടിച്ച്, വെയിലും മഴയും മഞ്ഞും എല്ലാം സഹിച്ച് ഞാൻ അവിടെ സുഖമായി വസിക്കും. അത് കഴിഞ്ഞിട്ട് അല്ലയോ അമ്മേ, ഞാൻ അമ്മയുടെ മുന്നിൽ എത്തിച്ചേരും. ശ്രീരാമചന്ദ്രന്റെ ഈ വാക്കുകള് കൗസല്യയുടെ ഹൃദയത്തില് ഇടുത്തി പോലെയാണ് ചെന്ന് പതിച്ചത്. ഒരിക്കലും കൗസല്യക്ക് സഹിക്കാനാവുന്നതല്ലല്ലോ. ഈ വാക്കുകൾ കേട്ടപ്പോഴേക്കും പപാത സഹസാദേവി ദേവദേവ ദിവസ്ച്യുത. മഹാറാണിയായിരിക്കുന്ന കൗസല്യ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വീണ ഒരു ദേവതയെ പോലെ മോഹാലസ്യപ്പെട്ട് ഭൂമിയിലേക്ക് വീണു. താം അതുഖോജിതാം ദൃഷ്ട്വാ പതിതാം കദളീമിവ. ഒരു കദളി വാഴയെ വെട്ടിയിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വാഴയെ വെട്ടിയിട്ട് കഴിഞ്ഞാൽ ആ വാഴ എങ്ങനെയാണ് വീഴുക, അതേ പ്രകാരത്തിൽ വീഴുന്ന കൗസല്യയെ കണ്ടിട്ട് യഥാർത്ഥത്തിൽ ദുഃഖിക്കാനുള്ളവളല്ല കൗസല്യ. സന്തോഷത്തോടുകൂടി സുഖമായിട്ട് ഈ രാജകൊട്ടാരത്തില് കഴിയേണ്ടവളാണ് കൗസല്യ. അങ്ങനെയുള്ള കൗസല്യ ഇപ്പോഴിതാ ദുഃഖിതയായിട്ട് ഇങ്ങനെ മോഹാലസ്യപ്പെട്ട് ഓർമ്മയില്ലാതെ ഭൂമിയിലേക്ക് വീഴുന്ന കണ്ടിട്ട് ശ്രീരാമചന്ദ്രൻ ഉടനെ തന്നെ ആ അമ്മയെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ അമ്മയുടെ ശിരസ് തന്റെ മടിയിലേക്ക് എടുത്തു വച്ചിട്ട് ആ അമ്മയെ ശുശ്രൂഷിക്കുവാനായിട്ട് തുടങ്ങി. എന്നിട്ട് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണൻ കേട്ടു നിൽക്കവേ അമ്മയോട് പറഞ്ഞു, അല്ലയോ അമ്മേ, എന്നെ അനുവദിച്ചാലും ഞാനിതാ കാനനത്തിലേക്ക് പോകുന്നു. ഞാൻ മടങ്ങി വന്ന അമ്മയെ 14 വർഷം കഴിയുമ്പോഴേക്കും നമസ്കരിച്ചു കൊള്ളാം. ആ വാക്കുകളൊന്നും കൗസല്യെ സമാധാനിപ്പിച്ചില്ല. രാമന്റെ ഉപചാരങ്ങളാൽ ആ മോഹാലസ്യത്തിൽ നിന്ന് ഉണർന്ന കൗസല്യക്ക് സമാധാനം പകരാൻ ആ വാക്കുകൾക്കായില്ല. കൗസല്യ രാമനോട് പറഞ്ഞു, അല്ലയോ രാമ, നീ ജനിക്കാതിരുന്നു എങ്കിൽ, അതാണ് യതി പുത്രന ജായേഥ മമ ശോകായ രാഘവ നസ്മ ദുഃഖം അതോ ഭൂയ പശ്യേയം അഹം അപ്രജ. നീ ജനിക്കാതിരുന്നെങ്കിൽ, എനിക്ക് പുത്രനായിട്ട് തന്നെ ലഭിക്കാതിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വലിയ ദുഃഖം ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല. പുത്രനായിട്ട് രാമന് ലഭിച്ചില്ലെങ്കിൽ എന്ത് ദുഃഖമാ വരിക? മക്കളില്ലാത്തവൾ എന്നുള്ളതായ ദുഃഖം വരും. അതിനേക്കാൾ വലുതായൊരു ദുഃഖം വരില്ല. ഇപ്പോ മക്കളില്ലാത്ത ദുഃഖമല്ല, അതിനേക്കാൾ വലുതായ ദുഃഖം. പ്രിയപ്പെട്ടതായ പുത്രൻ, കിരീടം ധരിക്കേണ്ട പുത്രൻ കിരീടം ധരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള നിമിഷത്തിലേക്ക് കാട്ടിലേക്ക് വലിച്ചെറിയപ്പെടുന്നു.
ഇതിൽ പരം ദുഃഖം എന്താണ് സഹിക്കാനുള്ളത്? കൗസല്യ പറയാണ്, ഏകയേവഹി വന്ധ്യായ ശോകോ ഭവതി മാനസ. അല്ലേ രാമ, വന്ധ്യയായിട്ടുള്ള ഒരു സ്ത്രീക്ക്, മക്കളില്ലാത്ത ഒരു സ്ത്രീക്ക് ദുഃഖമുണ്ട്. പക്ഷെ ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ. എന്താണ്? അപ്രജാസ്മീതി, എനിക്ക് മക്കളില്ല. ഈ ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഇതേ പ്രകാരത്തിൽ ഉള്ള ദുഃഖം ഒരിക്കലും അങ്ങനെയുള്ള അപ്രജയായ ഒരു സ്ത്രീക്ക് ഉണ്ടാവില്ല. ഇപ്പോൾ എനിക്ക് നിന്നെ ലഭിച്ചു, അതുകൊണ്ട് തന്നെ ഞാൻ സന്തോഷവതിയായിരുന്നു. പക്ഷെ എന്തു ചെയ്യാം, നിന്നെ ലഭിച്ചത് ഇപ്പോൾ ഏറ്റവും വലിയ ദൗർഭാഗ്യമായി മാറിയിരിക്കുന്നു. സഹിക്കാൻ പറ്റാത്തതായ ദുഃഖം, മക്കളില്ലാത്ത ദുഃഖത്തെക്കാളും കടുത്തതായ ദുഃഖം വന്ന് പിടികൂടിയിരിക്കുന്നു. അല്ലയോ രാമ, ന ദൃഷ്ടപൂർവം കല്യാണം സുഖം വാ പതിപൗരുഷേ. എന്റെ ഭർത്താവായ ദശരഥൻ ഈ ലോകങ്ങളെയെല്ലാം രക്ഷിച്ചുകൊണ്ട്, ദേവലോകത്തെയും രക്ഷിച്ചുകൊണ്ട് ഈ ഉത്തരകോസലത്തെ പരിപാലിക്കുന്ന അവസരത്തില് എനിക്ക് യാതൊരു സന്തോഷവും ലഭിച്ചിരുന്നില്ല.